ഹലോ എവരി വൺ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. മക്കളെ, അപ്പോൾ നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ചിലെ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളുടെ പഠിത്തം നല്ല രീതിയിൽ സ്ട്രോങ് ആയോണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എക്സാമുകൾ എന്ന് പറയുന്നത്, അല്ലേ? സോ അപ്പം ഈ എക്സാമുകൾ എന്ന് പറഞ്ഞാൽ പല രീതിയിലാണുള്ളത്. എന്നാലും നമ്മൾ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന എക്സാം എന്ന് പറഞ്ഞാൽ JEE അല്ലെങ്കിൽ നീറ്റ് പോലെയുള്ള ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാംസ് ആണ്. അപ്പം ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം അപ്പിയർ ചെയ്യുന്നതും അത് നമ്മുടെ സാധാരണ ഒരു ബോർഡ് എക്സാം അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് എക്സാം എഴുതുന്നതിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. അപ്പം ആദ്യം തന്നെ ഈ എക്സാമുകൾ എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ബോർഡ് എക്സാം എഴുതുന്ന നിങ്ങൾക്ക് ശീലമുണ്ട്. സോ അവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തരും, അതിന് 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് ഓരോ ചോദ്യങ്ങൾക്ക് ഉണ്ടാവും. അത് മാർക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ആൻസറിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അതേസമയം നീറ്റ് അല്ലെങ്കിൽ JEE പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഉത്തരവായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്, അല്ലേ? 4 ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ JEE എക്സാമിനെ പറ്റി ഞാനൊന്ന് പറയുകയാണ്. ഇപ്പോൾ JEE എക്സാം എന്ന് പറഞ്ഞാൽ JEE എക്സാമിൻ്റെ പാറ്റേൺ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു എക്സാം എഴുതുന്നതിന് മുന്നേ കൃത്യമായിട്ട് ആ എക്സാമിൻ്റെ പാറ്റേൺ നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. സോ JEE എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഈ 3 സബ്ജക്റ്റാണ് എന്ത് ചെയ്യുന്നത്, എക്സാമിൽ വരുന്നത്. സോ ഇതിൽ 25 ചോദ്യങ്ങൾ വെച്ചായിരിക്കും ഓരോ സബ്ജക്റ്റിലും ഉണ്ടാകുന്നത്. 20 ചോദ്യം എന്ന് പറയുന്നത് MCQ ക്വസ്റ്റ്യൻസ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ദെൻ ബാക്കി 5 എണ്ണം എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും. അതായത് ഓപ്ഷൻസ് ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് കിട്ടുന്ന കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യണം, ആ വാല്യൂ ഡയറക്റ്റ് ഇൻഡിജർ ആയിട്ട് തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യണം. സോ ഇതാണ് JEE എക്സാമിൻ്റെ ഒരു പാറ്റേൺ. ഇനി ശരി ഉത്തരത്തിന് 4 മാർക്ക് കിട്ടും, തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്കും പോകും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് JEE എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാം എപ്പോഴും അപ്പിയർ ചെയ്യുമ്പോൾ പാറ്റേൺ മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇനി അടുത്ത കേസ്, നമ്മൾ എക്സാം അപ്പിയർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മുന്നിൽ ഈ 3 സബ്ജക്റ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഏത് ചാപ്റ്റർ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യം അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ടാവും. അത് അപ് ടു യു ആണ്. അതായത് ഫിസിക്സ് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, ആദ്യം തന്നെ അറ്റൻഡ് ചെയ്യേണ്ടത്. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അടുത്ത സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ അതിലേക്ക് പോവുക. അതുപോലെ തന്നെയാണ് മാത്സ് ആണ് ഏറ്റവും സ്ട്രോങ് എങ്കിൽ മാത്സ് ആദ്യം ചെയ്യുക, ദെൻ മറ്റു 2 സബ്ജക്റ്റുകൾ. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് പ്ലാൻ ചെയ്യണം. ഇനി ഇപ്പോൾ ഒരു സബ്ജക്റ്റ് എടുക്കണം, ഇപ്പോൾ മാത്സ് എടുക്കുകയാണെന്ന് വിചാരിച്ചോ, അതാണ് എൻ്റെ സ്ട്രോങ് എന്ന് വിചാരിച്ചാൽ ആ സബ്ജക്റ്റിനകത്തെ സ്ട്രോങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്കറിയാം, അല്ലേ? നിങ്ങൾക്ക് ഏതാണോ സ്ട്രോങ് എന്നുള്ളത്. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് ആദ്യം എന്ത് ചെയ്യുക, ഒന്ന് ക്വിക്കായിട്ട് ഓടിച്ചു വിട്ട് നോക്കുക ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. അപ്പം ആ ചാപ്റ്ററിലെ ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾ നന്നായിട്ട് പഠിച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് അറ്റംപ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. സോ അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ സേഫ് സോണിലേക്ക് പോകുക എന്നുള്ളതാണ്. അതായത് മാക്സിമം സ്കോർ നിങ്ങൾ നേടിയെടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ചോദ്യത്തിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സമയം വെറുതെ പോകും. ഇപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, ഞാൻ ഫിസിക്സ് ആണ് ഫസ്റ്റ് വന്നെങ്കിൽ ഫിസിക്സിലെ ഫസ്റ്റ് ചോദ്യം ഞാൻ ചെയ്യുന്നു, അത് കിട്ടുന്നിടം വരെ അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം മുഴുവൻ പോകത്തേ ഉള്ളൂ. നമുക്ക് ബാക്കി റിമൈനിങ് ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കാൻ പോലും സമയം കിട്ടത്തില്ല. സോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ സബ്ജക്റ്റ് സെലക്ഷന് അതുപോലെ തന്നെ ആ സബ്ജക്റ്റിനകത്തെ ചാപ്റ്റർ വൈസ് സെലക്ഷനും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് പല മെത്തേഡ്സ് ഉണ്ട് ആൻസർ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? അതിൽ ഏറ്റവും എളുപ്പമുള്ളതും അതുപോലെ തന്നെ നമുക്ക് വളരെ ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ചില ചോദ്യങ്ങൾക്ക് നമുക്കറിയാം ഓപ്ഷൻ നോക്കി നമുക്ക് ഉത്തരം പറയാനായിട്ട് പറ്റും. സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന അല്ലെ ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറയും. അത് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം നോക്കുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ലെങ്തി മുതൽ ചെയ്തു പോകാവുള്ളൂ. അല്ലെങ്കിൽ അവിടെ നിങ്ങളുടെ സമയം എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകും. ഷോർട്ട് കട്ടുകൾ ഓർത്ത് വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് മൈൻഡ് കാൽക്കുലേഷൻ ആണ്. നമുക്കറിയാം ചില പ്രോബ്ലംസ് ഒന്നും നമുക്ക് പെന്നും പേപ്പറും എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാകത്തില്ല. നമുക്ക് മൈൻഡിൽ തന്നെ എന്ത് ചെയ്യാം, വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ പറയാം. കാരണം പെന്നും പേപ്പറും എടുത്ത് നിങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ സ്വാഭാവികമായിട്ടും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ എഴുതാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരും. അങ്ങനെ വന്ന് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക. ആൻസറൊക്കെ ശരി തന്നെയായിരിക്കും, പക്ഷേ എങ്കിൽ അത് മാർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ സമയം പോകും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പെന്നും പേപ്പറും യൂസ് ചെയ്യാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മൈൻഡ് കാൽക്കുലേഷൻസ് വഴി ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. അപ്പോൾ ഇത് എക്സാം ഹോളിൽ പോയിരുന്നല്ല നമ്മൾ ഈ മൈൻഡ് കാൽക്കുലേഷൻ എന്ത് ചെയ്യുന്നത്, ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ നടക്കുന്ന ഓരോ ചെറിയ ചെറിയ എക്സാംസ് ആയിക്കോട്ടെ, നമുക്കറിയാം ഓരോ കുഞ്ഞു നമ്മുടെ എക്സാംസ് നടക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. എക്സാം എഴുതുമ്പോൾ മാത്രമല്ല, നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഒക്കെ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ടെക്നിക്ക് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ടൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നമുക്കറിയാം ഇതൊരു ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് ടൈമറിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കുക വേണം. കാരണം ടൈമർ നോക്കാതെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ലാസ്റ്റ് നമ്മൾ
ബുദ്ധിമുട്ടി പോകും. അപ്പോൾ ഒരു ചോദ്യം എടുക്കുക, ആ ചോദ്യത്തിന് മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 മിനിറ്റ് അലോട്ട് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക നോക്കുക. ആ 2 മിനിറ്റിൽ എക്സീഡ് ആകുന്നു അതിൻ്റെ കാൽക്കുലേഷൻസ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യുക പോവുക. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു എന്നൊരു ധാരണയുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എന്നിട്ട് അതെല്ലാം ചെയ്തതിന് ശേഷം തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യാം, ഓക്കെ ഈ ചോദ്യം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് നമ്മുടെ മോക്ക് എക്സാംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാനായിട്ട്. എക്സാം എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ഇതിനൊരു അനാലിസിസ് ഉണ്ടായിരിക്കും അല്ലെ, ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ആ ഡിസ്കഷനും മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വാച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചെയ്തത് ചിലപ്പം ശരി ഉത്തരം തന്നെ ആയിരിക്കും, എന്നാലും അതിനേക്കാൾ മറ്റേതെങ്കിലും ഷോർട്ട് കട്ട് മെത്തേഡ് അതിനുണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്.